എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീനാണ്. ഇൻഡസ്ട്രി വർക്കേഴ്സ്, കാർപ്പന്റേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, മെക്കാനിക്കൽ വർക്ക് എടുക്കുന്ന ആളുകൾക്ക്, വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക്, ഇങ്ങനെ എല്ലാവർക്കും തന്നെ ഒരു ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീൻ ആവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷെ ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീനിന്റെ ആവശ്യത്തിന് ബദലായിട്ട് എല്ലാവരും ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു കയറ്റാറാണ് പതിവ്. അതായത് ഇപ്പോൾ ബെയറിംഗ് ആയിക്കോട്ടെ, സീറ്റിംഗുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീനിന്റെ വില എന്ന് പറയുന്നത് 15,000 രൂപ മുതൽ 25,000 രൂപ വരെ. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീൻ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ള ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീൻ വാങ്ങിക്കാറില്ല. അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഏകദേശം 600-700 രൂപ മാത്രം ചെലവിൽ നമുക്ക് എങ്ങനെ ഒരു ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീൻ ഉണ്ടാക്കാം എന്നാണ്. ഞാൻ നൗഷാദ്, വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇതുണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സാധനമാണ്. ഇത് ഹൈഡ്രോളിക് ജാക്കാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 450 രൂപയാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് 2 ടണ്ണിൻ്റെയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര ടണ്ണിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇരുമ്പിന്റെ 1 ഇഞ്ചിന്റെ പൈപ്പ്, എത്രത്തോളം ഗേജ് കൂടിയത് കിട്ടുമോ അത്രയും നല്ലതാണ്. അത് ഞാൻ ഒരു 2 അടി നീളത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടടി നീളത്തിലുള്ള ഒരു ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം വീണ്ടും റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തു നിന്നും ഒരു ബ്ലേഡ് വെച്ച് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് കണ്ട് ഇതിലെ ഒരു ഭാഗം മാത്രം അവിടെ നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന് ഉപയോഗിക്കേണ്ടത് C ചാനലാണ്. എങ്കിൽ മാത്രമാണ് ഇതിന്റെ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ആ പീസ് അവിടെ നിന്നും എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ബെൻഡ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, കാണാൻ ഒരു വൃത്തിയായിട്ടും ഇരിക്കും. ഇതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. ഇപ്പോൾ കട്ട് ചെയ്ത അതേപോലെ തന്നെ 1 അടി ഗ്യാപ്പ് കൂടി വിട്ടതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബെൻഡ് ചെയ്തതിന് ശേഷം വെൽഡ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഞാൻ 2 അടി ഹൈറ്റും 1 അടി വീതിയും അതുപോലെ 2 ടണ്ണിൻ്റെ ഹൈഡ്രോളിക് ജാക്കുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച ഭാഗങ്ങൾ C ചാനലോ ആംഗ്ലറോ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ജാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് 5 ടണ്ണോ 10 ടണ്ണോ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൂട്ടി വെക്കാവുന്നതാണ്. ഹൈഡ്രോളിക് ജാക്കിൻ്റെ സൈസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആംഗ്ലറോ C ചാനലോ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പൈപ്പ് കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബെൻഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്ന ഭാഗത്ത് ചെറിയ ഒരു ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് അതുകൂടി അവിടെ വെൽഡ് ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈഡ്രോളിക് ജാക്കിനെ എടുത്ത് മാറ്റേണ്ട സൗകര്യത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഈ ഹൈഡ്രോളിക് ജാക്കിൻ്റെ അടിയിൽ വെച്ച് കറക്റ്റായിട്ട് മുകളിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഹൈഡ്രോളിക് ജാക്ക് മുകളിലേക്കും താഴേക്കും ഫ്രീ ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിനെ ഓരോ ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഈ കട്ട് ചെയ്ത കഷ്ണങ്ങൾ രണ്ടും ഈ 2 സൈഡിലും ഓരോ കഷ്ണങ്ങൾ വീതം കയറ്റി വെക്കുക. അതിനുശേഷം സമാന്തരമായിട്ട് വെച്ചതിന് ശേഷം ഇത് എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട് നോക്കുക. അതിനുശേഷം അത്രയും നീളത്തിലുള്ള ഒരു 1 ഇഞ്ചിൻ്റെ കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കാം.
ശേഷം ഈ കട്ട് ചെയ്തെടുത്ത ഈ കഷ്ണം ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഒരേപോലെ വെൽഡ് ചെയ്ത് ഉറപ്പിക്കാം. ഇതിൻ്റെ ഈ മുകളിലേക്ക് നിർത്തിയിട്ടുള്ള ഈ ഒരു ഭാഗം ആദ്യം നമ്മൾ വെൽഡ് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് തന്നെ വെൽഡ് ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ഒരു ഹൈഡ്രോളിക് ജാക്ക് മുകളിലേക്കും താഴേക്കും കറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് താഴേക്കും മേലേക്കും പോവുള്ളൂ. ആ ഒരു ഭാഗം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഹൈഡ്രോളിക് ജാക്ക് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലേറ്റിനെ ഹൈഡ്രോളിക് ജാക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ ആ ഒരു പീസിലേക്ക് വെൽഡ് ചെയ്ത് ഉറപ്പിക്കും. അതിനുശേഷം കറക്റ്റായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നില്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ബൈക്കിൻ്റെ ഫ്രണ്ട് സോക്കാപ്സർ വരുന്ന സ്റ്റമ്മിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിൻ്റെ ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി അറിയാത്ത പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റമ്മിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുക്കേണ്ട ആവശ്യം വരുന്നത്. ഹൈഡ്രോളിക് ജാക്കിനെ നമ്മൾ കുത്തനെ വെച്ചാൽ പോരെയാണ്. ഹൈഡ്രോളിക് ജാക്ക്, ഈ 2 ടണ്ണിൻ്റെ ഹൈഡ്രോളിക് ജാക്കുകൾ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 9 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇരുമ്പിൻ്റെ പൈപ്പ് കൂടി, 1 ഇഞ്ചിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പ് കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ജാക്കിന് ഒരു സ്റ്റാൻഡ് പോലെ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. അത് ജാക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് വെൽഡ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം 1 അടി നീളത്തിലുള്ള 2 കഷ്ണം ഇരുമ്പിൻ്റെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ബെയറിങ്ങുകളോ കേസുകളോ ഒക്കെ നമുക്ക് പ്രസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് 2 കഷ്ണം കട്ട് ചെയ്തെടുത്തതിൻ്റെ അതിൻ്റെ 2 അറ്റത്തും ഓരോ ഹോൾസ് വീതം ഇട്ട് കൊടുക്കണം. ഹോൾസ് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഹാൻഡ് ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത്. ഇത് കൈകൊണ്ട് കറക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോളാകുന്നതാണ്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ കേസിൻ്റെ ഏറ്റവും നടുകിലായിട്ട് ഓരോ സൈഡിലും ഈ 2 ഹോൾ വീതം ഇട്ട് കൊടുക്കാം. ഹൈഡ്രോളിക് ജാക്ക് വരുന്ന ആ ഒരു നടുകിലുള്ള പീസിൻ്റെ 2 സൈഡിലും ഓരോ ഹോൾ വീതവും ഇട്ട് കൊടുക്കാം. ഹൈഡ്രോളിക് ജാക്കിനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പ്രിങ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോ സൈഡിലും മുകളിലും താഴെയുമായിട്ട് ഓരോ ഹോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നമ്മൾ ബൈക്കിൻ്റെ ബാക്ക് ബ്രേക്കിന് ഇട്ട് കൊടുക്കുന്ന സ്പ്രിങ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലിവർ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ 2 ഇരുമ്പിൻ്റെ കഷ്ണം കൂടി ഈ കേസിൻ്റെ നടുകിലായിട്ട് കണക്ട് ചെയ്യാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഹോളേ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് ആവശ്യാനുസരണം എത്ര ഹോൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടതിന് ശേഷം ഏത് ഹൈറ്റിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംഗതി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെൽഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് പെയിൻറ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇതൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ബെയറിങ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതിൻ്റെ ആർമേച്ചർ ഊരിയെടുത്തിട്ട് അതിൻ്റെ പുറകിലുള്ള ആ ബെയറിങ്ങിൻ്റെ ആ നടുകിൽ വരുന്ന കേസിനെ മാത്രം അവിടെ നിന്ന് ഊരിയെടുക്കേണ്ടതുണ്ട്. അതൊന്ന് ഊരിയെടുത്ത് കാണിക്കാം. വാൾ ഫാനിൻ്റെ റോട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ ഷാഫ്റ്റിനെ ആ റോട്ടറിൽ നിന്നൊന്ന് ഊരിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഇതാക്കണോ? പുഷല്ലോ ഒന്ന് നടന്നു ഇതുണ്ടോ, ഇറങ്ങി പോയിരുന്നത് കാണുന്നുണ്ടോ? ഉണ്ടോ? അത്ര നീളമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും വീഡിയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. പുതിയ ഒരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.